ഏവർക്കും സ്വാഗതം നമ്മുടെ സ്വന്തം പ്രോഗ്രാം ക്രേസി ബോയ്. ഐ ആം നോട്ട് ക്രേസി ബട്ട് മേ ബി ഐ ആം ക്രേസി. ഒരു ക്ലാസ്സിൽ ഹിന്ദി അധ്യാപകൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും അധ്യാപകൻ കുട്ടികളോട് പറഞ്ഞു, കുട്ടികളെ പേനയ്ക്ക് ഹിന്ദിയിൽ പറയുന്നത് കലം കലം എന്നാണ്. അപ്പോഴേക്കും ഒരു കുട്ടി എഴുന്നേറ്റെന്ന് ചോദിച്ചു, അല്ല സാറേ, അപ്പോൾ പെൻസിലിന് കൂട്ടാച്ചട്ടി എന്നെങ്ങാനും പറയുമോ എന്ന് ചോദിച്ചു. ഇതുപോലത്തെ കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നമുക്കാവില്ല. അതുകൊണ്ട് നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക്. അയ്യോ, എനിക്ക് തന്നെ സഹിക്കണില്ല. യവൻ പുലിയാണ് കേട്ടാ. അമ്പടാ, അസുഖം കളഞ്ഞല്ലോ, നമുക്കിന്ന് നിർത്താം. യവൻ പുലിയാണ് കേട്ടാ. അമ്പടാ,
Style. Oppan Gangnam Style. പ്രണയം എന്ന് പറയുന്നത് അനശ്വരമാണ്, ദിവ്യ അനുരാഗമായിരുന്നു. ഇപ്പോഴല്ല, പണ്ട് കാലങ്ങളിൽ. ഇപ്പോൾ പ്രണയം എന്ന് പറയുന്ന ഒരു ടൈം പാസ്സായി മാറിയിരിക്കുക. വിരഹം, അതായത് പ്രണയിക്കുന്നത് ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു പ്രണയം നശിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക്, നമ്മുടെ യുവാക്കൾക്കായി എൻ്റെ വക ഒരു 2 വരി കവിത. പ്രണയം ദുഃഖമാണുണ്ണി, ഗേൾഫ്രണ്ടല്ലോ സുഖപ്രദം. ഈ കവിത നിങ്ങൾക്കായി സമർപ്പിച്ചുകൊണ്ട് അടുത്ത സെഗ്മെൻറ്റിലേക്ക്. എത്ര സിനിമകളിൽ അവസരം ചോദിച്ചിട്ടുണ്ട്, തന്നോ ഒരു ചാൻസ്, ഒരേ ഒരു ചാൻസ്. എന്നിട്ട് പറയുക അഭിനയമാണത്ര ഇത്, അഭിനയം. ഡയറക്ടർമാരെ കണ്ടുപടി ഈ ചെറുപ്പക്കാരുടെ അഭിനയം. ഇതല്ലേ അഭിനയം? ഒരു ചാൻസ് അവർക്ക് കൊടുത്തുകൂടെ? പേര്? രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ. എന്ത് ചെയ്യുന്നു രാധാകൃഷ്ണൻ? ഞാൻ ഡ്രൈവറാണ്. ഡ്രൈവറാണ്. ഓക്കെ. പേര്? നിഷാദ്. ടാപ്പിംഗ് തൊഴിൽ. ഓക്കെ. ഇപ്പം നമ്മൾ ഒരു പ്രോഗ്രാമായിട്ട് വന്നതാണ്, അതായത് ക്രൈസി ബോയുടെ ഒരു പ്രോഗ്രാമായിട്ട് വന്നതാണ്. അപ്പം അഭിനയത്തെക്കുറിച്ച് എന്താണ് ഒരു സങ്കല്പം? അഭിനയത്തെക്കുറിച്ച് സങ്കല്പം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അഭിനയിച്ച സങ്കല്പങ്ങളൊന്നും ഇല്ല. ഇല്ല, ഇല്ല, ഇല്ല. ഇഷ്ടപ്പെട്ട സൂപ്പർ സ്റ്റാർ ആണ് മമ്മൂട്ടി. മമ്മൂട്ടി. എന്തുകൊണ്ടാണ് മമ്മൂട്ടി ഇഷ്ടപ്പെടാൻ കാരണം? മമ്മൂട്ടിയുടെ അഭിനയം. ഏത് അഭിനയമാണ് മമ്മൂട്ടിയുടെ ഇഷ്ടപ്പെട്ടത്? മമ്മൂട്ടിയുടെ എല്ലാ അഭിനയം ഇഷ്ടമാണ്. എല്ലാ അഭിനയം ഇഷ്ടമാണ്. ഓക്കെ. ഏതാണ് ഇഷ്ടപ്പെടുന്നത്? ഞാൻ മോഹൻലാൽ. മോഹൻലാൽ. എന്തുകൊണ്ട്? നരസിംഹത്തിലെ ഡയലോഗ്. മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം. എന്റെ അച്ഛന്റെ ചിത കത്തുന്ന കാലം വരെ നിനക്കായുസുണ്ടാകും എന്ന മോഹം. അത് തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുമ്പോ നീവ അച്ഛന്റെ കാൽവരലിലെ 2 3 നഖം വെട്ടിത്തരാൻ ഞാൻ കൊണ്ടുപോയി ചന്ദനമുട്ടിയിൽ വെച്ച് കത്തിച്ച് ആശ തീർക്കാൻ നിനക്ക്. അതെന്തായാലും നമുക്ക് ഈ പരിപാടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പബ്ലിക്കിന് നമ്മളൊരു അവസരം കൊടുക്കുക, അഭിനയത്തിൽ നമുക്ക് പബ്ലിക്കിന് ഒരു അവസരം കൊടുക്കുക എന്ന പരിപാടിയാണ്. അപ്പോൾ എന്തായാലും അഭിനയിക്കാൻ വേണ്ടി ചെറിയൊരു അവസരം. അപ്പോൾ നരസിംഹത്തിലൊരു ഡയലോഗ്, നരസിംഹത്തിലൊരു ചെറിയ ഡയലോഗ് മാക്കി പിടിച്ചോ. എന്താ മോനെ ദിനേശ? അങ്ങനെയല്ല, അവിടെ നിന്നിട്ട് ആ മോഹൻലാൽ സ്റ്റൈലിൽ വന്നിട്ട് ചെയ്യാം. ചെറിയ അല്ല, എന്തായാലും മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ എന്തായാലും മോഹൻലാലിൻ്റെ സ്റ്റൈൽ എന്തായാലും അനുകരിക്കാൻ പറ്റും. മിമിക്രി എന്നല്ല, നമുക്ക് എല്ലാം പഠിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതല്ലല്ലോ. എന്നാലും നോക്കാം, നമുക്ക് എല്ലാവർക്കും അഭിനയിക്കാനോ അവതരിപ്പിക്കാനോ ഒന്നും അറിയില്ല. എന്നാൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക ഒരു മോഹൻലാൽ സ്റ്റൈലിൽ. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. ജസ്റ്റ് തിരിഞ്ഞു വന്നിട്ട് ഇതാണ് സ്ഥലം, ആ സാധനം. അതെ അതെ. എന്താണ് മാമനൂർ ബസ് റൂട്ടിലെ ഒരു അത് തന്നെ, ആ റൂട്ട് ഇങ്ങനെ തിരിഞ്ഞു വരത്തില്ലേ ലിവർ ജോണി ആയിട്ട്. ഓക്കെ. അത് മോഹൻലാലിന്റെ ആ നരസിംഹത്തിലെ ഒറ്റ ഡയലോഗ്. അതിമോഹമാണ് അതിമോഹമാണ്. അല്ല, ഒന്ന് തിരിഞ്ഞു നിന്നിട്ട് വരും. ബാക്ക് തിരിയാ. എന്നിട്ട് ഞാൻ പറയുമ്പോഴേക്കും ഫ്രണ്ടിലേക്ക് വരിക. റെഡി? ആ തിരിഞ്ഞു വാ. അതിമോഹമാണ് ദിനേശ. അതിമോഹമാണ് മോനെ ദിനേശ്, അതിമോഹം. എൻ്റെ അച്ഛൻ്റെ ചിത കത്തുമ്പോൾ നിനക്ക് ആയുസ്സുണ്ടാകുമെന്ന മോഹം. ആ മോഹം നിനക്ക് തെറ്റായി തോന്നുമ്പോൾ നീ വാ, എൻ്റെ അച്ഛൻ്റെ കാലിൽ 2 3 നഖം വെട്ടിത്തരാം ഞാൻ നിനക്ക്. അത് കൊണ്ടുപോയി ചന്ദനമുട്ടിയിൽ വെച്ച് കത്തിച്ച് ആശ തീർക്കാം നിനക്ക്, വാശി തീർക്കാം. ഓക്കെ. ഒന്നുകൂടി. മോനെ ദിനേശ, അതിമോഹമാണ് ദിനേശ. എൻ്റെ അച്ഛൻ്റെ കാലിലെ ചിത കത്തും വരെ നിനക്ക് ആയുസ്സുണ്ടാകും എന്ന മോഹം. അത് നീ തെറ്റാന്ന് തോന്നുമ്പോൾ നീ വാ, അന്ന് എൻ്റെ അച്ഛൻ്റെ കാലിലെ 2 3 നഖം ഞാൻ വെട്ടിത്തരാം. അത് കൊണ്ടുപോയി കത്തിച്ച് ആശ തീർക്കാം മോനെ ദിനേശ. ആശ തീർക്കാം. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദു ചൂടൻ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചില കളികൾ കാണിച്ചു തരാനും. ഓ മോനെ ദിനേശ. സൂപ്പർ. ഓക്കെ. വിഷയം എന്ന് പറയുന്നത് പ്രണയ നൈരാശ്യമാണ്. ഓക്കെ. പ്രണയ നൈരാശ്യം വിഷയം എന്ന് തരാം. അതായത് എന്താ പറയാ, ഓർത്തില്ല ഞാനെന്ന് പ്രണയം കുറിക്കുമ്പോൾ വിരഹത്തിൻ വേദന ഏറെയാണെന്ന്. അപ്പോൾ അത് സങ്കടത്തോട് പറഞ്ഞു. മൈക്ക് പിടിച്ചോ. ഓർത്തില്ല ഞാനെന്ന് പ്രണയം കുറിക്കുമ്പോൾ വിരഹത്തിൻ വേദന ഏറെയെന്ന്. അത് പ്രണയനോട് കണ്ണുകളിലേക്ക് നോക്കുക. എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പ്രണയത്തിൻ്റെ ഓർത്തില്ല ഞാനെന്ന്
ഓർത്തില്ല ഞാനെന്ത് പ്രണയം കുറിക്കുമ്പോൾ പ്രണയം പ്രണയിക്കുമ്പോൾ പ്രണയം കുറിക്കുമ്പോൾ പ്രണയം കുറിക്കുമ്പോൾ വിരഹത്തിന് വേദന വിഹരത്തിൽ വേദന ഏറെയെന്ന്. ഏറെയെന്ന്. ഓക്കെ, ഇന്നത് നല്ല സങ്കടത്തില് കരഞ്ഞിട്ട് അതായത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ചെയ്യാം. ഈ മരത്തെ പിടിച്ചിരിക്കുക. അല്ല, ഇപ്പുറത്തെ കയ്യെ മയക്കി പിടിക്കുക. ആ അവിടെ നിന്നിട്ട് നിങ്ങൾ ഡയലോഗ് പറഞ്ഞു ഞാൻ പുറകിൽ പറഞ്ഞു. കരഞ്ഞു പറഞ്ഞോളൂ. ഓക്കെ, ആയിക്കോട്ടെ ക്യാമറ അവിടെ കേട്ടോ. ആയിക്കോട്ടെ. തിരിഞ്ഞിട്ട് സങ്കടം, അതൊരു സങ്കടഭാവം. ആ ക്യാമറ നോക്കൊരു ദുഃഖം. ഓർത്തില്ല ഞാനെന്ന് ഓർത്തില്ല ഞാനെന്ന് പ്രണയം കുറിക്കുമ്പോൾ പ്രണയം കുറിക്കുമ്പോൾ വിരഹത്തിന് വേദന വിഹരത്തിൽ വേദന ഏറെയെന്ന്. ഏറെയെന്ന്. ഒരു വട്ടം കൂടിയ മാമരം ചോട്ടിൽ ഞാൻ പ്രണയിനി 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 നിനക്കായി നിനക്കായി ഞാൻ കാതുവയ്ക്കുക. എനിക്ക് വയ്യ. മതി. നിർത്തു. ഞാൻ പറഞ്ഞ അഭിനയം Oppan Gangnam Style. Oppan Gangnam Style. അടുത്ത അഭിനേതാക്കളിലേക്ക്. പേര് അൻസാർ. അൻസാർ എന്ത് ചെയ്യും? അൻസാർ ഞാൻ പഠിക്കുകയാണ് MCC മലബാർ ക്രിസ്ത്യൻ കോളേജ്. ഓക്കെ സായിദാസ് സെൽവെൽസിൽ പഠിക്കുന്നു. ഓക്കെ, അഭിനയത്തെക്കുറിച്ച് എന്താ അറിയാവുന്ന? അഭിനയം ഒരുപാട് സിനിമയിൽ കൂടെ കണ്ടിട്ടുണ്ട്, അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അഭിനയിക്കുമ്പോൾ ഏത് വിഷയം, അതായത് ഏത് വേഷം ചെയ്യാനാണ് ആഗ്രഹം? എനിക്ക് ഒരു സിനിമയിൽ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഏത് ക്യാരക്ടർ ചെയ്യണം, അതായത് ഏത് രീതിയിലുള്ള ക്യാരക്ടർ ചെയ്യണമെന്നാണ് ഒരു ആഗ്രഹം? കോമിക്കാണ്. ഓക്കെ, ഇയാൾക്ക് ഏത്? എനിക്ക് നല്ലൊരു വേഷം കിട്ടിയാൽ ഞാൻ ചെയ്യാൻ ഉറപ്പാണ്. എന്നാലേ ഒന്ന് അഭിനയിക്കാം നമുക്ക്. ചെറിയൊരു അഭിനയം. ഇഷ്ടപ്പെട്ട നടൻ? നിവിൻ പോളി. ഓക്കെ, ഇഷ്ടപ്പെട്ട ഞാൻ തരും മമ്മൂട്ടിയുടെ ഒരു സാധനം തന്നാലോ? ചെയ്യൂ. ശ്രമിക്കാം. ചന്തുവിനെ പൊപ്പിക്കണാവില്ല മക്കളെ. ഒരു മിമിക്രി പോലെ ചെയ്താൽ പറ്റും ആ ഡയലോഗ്. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. പിടി, മൈക്ക് പിടി. എന്നിട്ട് മൈക്ക് പിടിക്കുക. എനിക്ക് മൈക്കുണ്ട്, ഓൾറെഡി മൈക്കുണ്ട്. ഓക്കെ, ഇനി ചേട്ടാ ഒന്ന് മാറിക്കോട്ടെ, ഇത് അഭിനയിക്കുന്നു. അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞു വന്നിട്ട് ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ചന്തു തോറ്റുണ്ട് പലപ്പോഴും പലവട്ടം, ഇനി ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല. അത്ര പറഞ്ഞാൽ ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ചന്തുവിനെ തോൽപ്പിച്ചിട്ടുണ്ട് പലവട്ടം. പലരും പലവട്ടം. ആ, ഇനി ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല. ഇനി ചന്തുവിനെ തോൽപ്പിക്കാൻ മടങ്ങിപ്പോ മക്കളെ, മടങ്ങിപ്പോ. അടുത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റൈൽ. ഇതാ ഇവിടെ നിന്ന് തന്നെ ഇവിടെ നിൽക്കണം അല്ലേ? ഫസ്റ്റ് സ്റ്റൈലല്ലേ? ആ, അപ്പോൾ അതായത് ഞാൻ പറഞ്ഞുതരാം. അതാ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു വരണം, ഇങ്ങനെ നടന്നു വരണം. ഇവിടെ എത്തിയിട്ട് ഡയലോഗ് പറയണം, മൈക്ക് എടുത്ത് വെച്ചിട്ട്. ഓക്കെ, ഇവിടെ എത്തിയിട്ട് ഇവിടെ എത്തിയിട്ട് പറയണം ഡയലോഗ്. പറഞ്ഞാൽ തിരിഞ്ഞു വന്നിട്ട് മമ്മൂട്ടി സ്റ്റൈൽ വരണം. ഓക്കെ, ആ ഒരു കുത്ത് മൈക്കിനടുത്ത് വെച്ചിട്ട് മൈക്ക് എടുത്ത് പിടിക്കണം. ആ ഒരു കുത്ത് വേണം, ഒരു സ്റ്റൈലിൽ തിരിഞ്ഞു വരണം. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ചന്തു പലവട്ടം തോറ്റിട്ടുണ്ട്. ഇനി ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല. ഇനി ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല. മടങ്ങിപ്പോ മക്കളെ, മടങ്ങിപ്പോ. ഓക്കെ. അടുത്ത ആള്. ഇയാൾക്ക് ഏത് വിഷമം കിട്ടിയാൽ ചെയ്യുമെന്നാണ് പറയുന്നത്? പറ്റുന്ന ചെയ്യും. ഓക്കെ, നമുക്ക് എന്തായാലും ഇന്നസെൻ്റ് അഭിനയിച്ച ഒരു പടത്തിലൊരു സീനാണ്. അതായത് തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീട് ഞാൻ അഴിച്ചു പിറക്കി. ഇനി കൃഷ്ണൻകുട്ടിയോ ഇനി രാമൻ നായരുടെ വീട് മാത്രമേ ബാക്കിയുള്ളൂ. അത് നല്ല കോമഡിയിൽ പറയണം. ഓക്കെ, തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീട് ഞാൻ അഴിച്ചു പറക്കി. ഇനി രാമൻ നായരുടെ വീട് മാത്രമേ ബാക്കിയുള്ളൂ. ഇല്ല, അതിൽ തെറ്റ് നമുക്ക് രണ്ടാമത്. ബാ, ഇതാണ് മൈക്ക് വേണം. ഇതാണ് രാമൻ നായർ, താൻ പോലീസുകാരൻ. ആ സീൻ അറിയാലോ? ആ, ഇത് ഇയാൾ പോലീസുകാരനാണ്, ഇന്നസെൻ്റ് ഏട്ടൻ ചെയ്ത ക്യാരക്ടർ. ഇത് രാമൻ നായർ. അദ്ദേഹത്തിന് മുഖത്ത് നോക്കി പറയണം. തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീട് ഞാൻ അരിച്ചു ഒരുക്കി. അയ്യോ, ഇനി രാമൻ നായരുടെ വീട് മാത്രമേ ബാക്കിയുള്ളൂ. നടന്നു വന്നിട്ടൊക്കെ നല്ലത് പറയില്ലേ? തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീട് ഞാൻ അങ്ങനെ നല്ല പഞ്ചായത്ത് പറയും. പോരട്ടെ, ഇങ്ങോട്ട് പോരട്ടെ. ആ, ഓക്കെ. തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അരിച്ചു ഒരുക്കി. ഇനി രാമൻ നായരുടെ വീട് മാത്രമേ ബാക്കിയുള്ളൂ. കറക്റ്റാണോ? എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നിയാ? എന്തോ ഒരു ഭാവ വ്യത്യാസമല്ലേ? ചിരിക്കാണ്ട് പറയും, നല്ല ഭാവത്തിൽ, ദേഷ്യത്തിൽ മതി, ദേഷ്യം. തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അരിച്ചു ഒരുക്കി. ഇനി രാമൻ നായരുടെ വീട് മാത്രമേ ബാക്കിയുള്ളൂ. രണ്ടുപേരും നല്ല അഭിനേതാക്കൾ, ഏതെങ്കിലും നിലയിലൊക്കെ ഇവരെത്തും.
പേര്? ജസീൽ, ഷാഫി, ഷാക്കിർ, ജുനൈസ്. ഓക്കെ, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അഭിനയത്തെക്കുറിച്ചാണ്. അഭിനയത്തെക്കുറിച്ച് എന്താ അറിയാവുന്ന? അഭിനയത്തെക്കുറിച്ച് പറയുമ്പോൾ അഭിനയം നല്ലൊരു ജോബായിട്ടാണ് കാണുന്നത്. അതൊന്ന് ജോബായിട്ട്? അല്ല, ജോബുണ്ട്, പിന്നെ നല്ലൊരു കാഴ്ചപ്പാട് തന്നെയാണ്. കുറേ ആക്ടേഴ്സ് ഇപ്പോൾ ന്യൂ വന്നിട്ടുണ്ട്, നല്ലതാണ് സിനിമക്കത്. പഴയകാല നടന്മാരൊക്കെ കണ്ടിട്ടുണ്ടല്ലോ? സിനിമ കണ്ടിട്ടുള്ളൂ, ഫിലിംസൊക്കെ കണ്ടിട്ടുള്ളൂ, പക്ഷേ നേരിട്ട് കണ്ടിട്ടില്ല. നേരിട്ട് കണ്ടില്ല? പഴയകാല സിനിമ നേരിട്ട് കണ്ടിട്ടില്ലല്ലേ? നേരിട്ട് കണ്ടുകണോ, ഫിലിം കണ്ടുകണോ, പക്ഷെ അവരെ ആക്ടേഴ്സിനെ കണ്ടിട്ടില്ല. അയ്യോ, അതെന്താ പ്രേംനസീറൊന്നും കാണാണ്ട് പോയത്? ആരും കണ്ടിട്ടില്ല. ഓക്കെ, അഭിനയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു കഴിവാണ്. അപ്പോൾ ആർക്കും അങ്ങനെ ഉപയോഗിക്കില്ല, സാധിക്കില്ല. ഇയാൾക്ക് സാധിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടെന്ന് വെച്ചാൽ ഈ അഭിനയം എവിടെ നിന്നാണ് പഠിക്കണമെന്ന് അറിയൂ? അത് നമ്മൾ സ്വന്തം പഠിക്കുന്നതാണ്. സ്വന്തം പഠിക്കുന്നത് തന്നെയാണ്. ഓക്കെ, നമ്മൾ സ്വന്തമായിട്ടുള്ള മനസ്സിലെ കഴിവിനെ പുറത്തേക്ക് എടുക്കുന്നതാണ് അഭിനയം അല്ലേ? ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ട നടൻ ആരാണ്? ദുൽഖർ സൽമാൻ. എന്തുകൊണ്ടാണ് ദുൽഖർ സൽമാൻ ഇഷ്ടപ്പെട്ടത്? നല്ലൊരു ആക്ടറാണ്, പിന്നെ കാണാൻ കുറച്ച് ലുക്കും. ഇയാൾക്ക് ഞാൻ തോന്നുന്നു ഇയാളുടെ മുഖഭാവം ഒരു സംസാരിച്ച അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ചെറുതായിട്ടൊക്കെ എല്ലാവർക്കും ഉണ്ടാവില്ലേ ഒരു അഭിനയിക്കാനൊരു ആഗ്രഹം. ഓക്കെ, എന്നാൽ നമുക്ക് എന്തായാലും ഒരു ചെറിയൊരു അഭിനയം. ഓക്കെ, മൈക്ക് പിടിക്കും, ഞാൻ പറയുന്ന ഡയലോഗ്. ഇപ്പം എന്തായാലും നമ്മളെ ഈ സൂപ്പർ സ്റ്റാർസിനെ പോലെ അഭിനയിക്കാൻ പറ്റില്ല, പക്ഷെ എന്നാലും അവരെ ഒന്ന് അനുകരിച്ച് നോക്കുക നമ്മൾ. അതാണ് നമ്മുടെ ഒരു അഭിനയത്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. നമ്മൾ അവരെക്കാൾ ഉയർന്നതിൽ എത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്നാലും സുരേഷ് ഗോപി ഡയലോഗ് എന്തരാ ചെയ്യുമോ? കഴിയുമെന്നറിയില്ല, ശ്രമിക്കുക. അതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഓക്കെ, മൈക്ക് അടുത്ത് പിടിച്ച് സംസാരിക്കുക, എന്നാലേ കിട്ടുള്ളൂ. സുരേഷ് ഗോപി ഡയലോഗ് അറിയോ? മോഹൻ തോമസിൻ്റെ ഉച്ഛിഷ്ട അമിതം കൂട്ടിക്കൊഴിച്ച് 4 തരം മിഷ്ടാനം വെട്ടിവിഴുങ്ങി എന്ന് പറഞ്ഞു നോക്കിയേ. മോഹൻ തോമസിന്റെ ഉച്ഛിഷ്ടവും അമിതവും 4 നേരം വെട്ടിവിഴുങ്ങി ആസനത്തിൽ വാലും ചുറ്റിയിരിക്കുന്ന നിന്നെപ്പോലത്തെ ചെറ്റകൾക്ക് ആ പേര് ചേരൂ. എനിക്ക് ചേരില്ല. ഐ ആം ഭരത് ചന്ദ്രൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഷിറ്റ്. സുരേഷ് ഗോപിക്ക് എന്തായാലും കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇല്ലേ? ഇതൊരു കൊച്ചു സുരേഷ് ഗോപി ആയിക്കോട്ടെ, തിരിഞ്ഞിട്ട് ആ സുരേഷ് ഗോപി സ്റ്റൈലിൽ അവിടെ കുറച്ച് ബാക്ക് ഇറക്കി. ഞാൻ ഇവിടെ എത്തിയിട്ട് ചേട്ടാ ഇവിടെ എത്തിയിട്ട് ഡയലോഗ് പറയാവുള്ളൂ. ഓക്കെ, ആ സുരേഷ് ഗോപിയുടെ ആ ഭാവങ്ങളൊക്കെ വരട്ടെ. ആ ഭാവം മൈക്കടുത്ത് വെച്ചിട്ട് നടന്നു വാ. മോഹൻ തോമസിന്റെ ഉച്ഛിഷ്ടവും അമിതയും കൂട്ടുകഴിച്ച് തന്നെ പോലുള്ള പരമാർക്ക് പറഞ്ഞതല്ല ഈ പേര്. തെറ്റിപ്പോയി അല്ലേ? ഓക്കെ, ഒന്നുകൂടി നോക്കാം. ഓക്കെ, ലാസ്റ്റാണ് നമുക്ക് നോക്കാം. എന്തായാലും ശ്രമിക്കണമല്ലേ, അതൊക്കെ മതി. ഇവിടെ നിന്ന് ഞാൻ പറയും കേട്ടോ, ആക്ഷൻ എന്ന് പറയുമ്പോൾ തിരിയണം. ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് തിരിയണം. ഇങ്ങോട്ട് തിരിയണം. വെട്ടുവിഴുങ്ങി ആസനത്തിൽ വാലും ചുട്ടിയിരിക്കുന്ന. അപ്പോഴേക്കും ഞാനല്ല അഭിനയിക്കണത്. ഞാൻ പറഞ്ഞോളാം. ഞാൻ അടക്കത്തിൽ പറഞ്ഞുതരാം. അടക്കത്തിൽ പറഞ്ഞുതരാം. ആയിക്കോട്ടെ, അങ്ങനെ കേൾക്കുന്ന വിധത്തിൽ. ഓക്കെ, അതെന്തായാലും ഇവിടെ നിന്ന് തിരിഞ്ഞു നിൽക്കണം. നല്ലോണം തിരിഞ്ഞു നിൽക്കി, സ്റ്റഡിയാകും, പേടിക്കണ്ട. മൈക്ക് അടുത്ത് വെക്കണം എന്തായാലും. ആ സുരേഷ് ഗോപി സ്റ്റൈൽ പറയും. ഞാൻ ഇവിടെ നിൽക്കും, ആക്ഷൻ എന്ന് പറയുമ്പോൾ തിരിയണം. അങ്ങോട്ട് നോക്കിയിരുന്നോ? റെഡിയല്ലേ? ആക്ഷൻ. മോഹൻ തോമസിന്റെ ഉച്ഛിഷ്ടവും അമിതയും കൂട്ടിക്കഴിച്ച് 4 നേരം വെട്ടിവീങ്ങുന്ന തന്നെ ആസനത്തിൽ കഴിയുന്ന വാലും ചുരുട്ടി കഴിയുന്ന തന്നെ പോലുള്ള പരമനാരികൾക്ക് ഈ പേര് ചേരൂ. എനിക്ക് ചേരില്ല. ഓർത്തോ, ഐ ആം ഭരത് ചന്ദ്രൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. പറഞ്ഞൊന്ന് ചെയ്യോ? ഓക്കെ, പിടിക്കേ. അപ്പോൾ സിറ്റുവേഷൻ എന്ന് പറയാം, ബാക്ക് ഊരി വെക്കും. നമുക്ക് ബാഗ് എന്ന് വെച്ചാൽ വെയിറ്റ് ആവും. വാ. അപ്പോൾ വിഷയമെന്ന് പറയുന്നത് ഇയാളുടെ കാമുകി അവൾ മറ്റൊരുത്തനായിട്ട് പ്രണയിച്ച് ഒളിച്ചോടിപ്പോയി, അല്ലെങ്കിൽ മറ്റൊരുത്തനെ ഇയാളെ വേണ്ട എന്ന് പറഞ്ഞ സിറ്റുവേഷൻ. അതാണ് സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിൽ
ഇദ്ദേഹം അവളെ കണ്ടുമുട്ടിയപ്പോൾ അവളോട് പറഞ്ഞു, ഡീ പുല്ലേ, നീ പോടി, നിന്റെ സൗന്ദര്യം കണ്ടിട്ടല്ല ഞാൻ നിന്നെ സ്നേഹിച്ചത്. എടി പുല്ലേ, നീ പോടി, നിന്റെ സൗന്ദര്യം കണ്ടല്ല ഞാൻ നിന്നെ സ്നേഹിച്ചത്. നീ പോയാലും എനിക്ക് വേറെ പെണ്ണിനെ കിട്ടും. എന്നിട്ട് ഇന്ന് അവളെ നോക്കിയിട്ട് കൊഞ്ഞനം കാണിക്കണം. കൊഞ്ഞ എങ്ങനെയാണെന്ന് കാണിച്ചേ? ആ കൊഞ്ഞെന്ന് കാണിച്ചേ. ആ സൗണ്ട് വന്നോ? കൊഞ്ഞ ഓക്കെ, ആ സാധനം കാണിക്കണം. എന്താണ് എടി പുല്ലേ, മൈക്ക് എടുത്ത് വെച്ചേക്കും. മൈക്ക് എപ്പോഴും എടുത്ത് വെക്കണം. എടി പുല്ലേ, പറ. എടി പുല്ലേ, നീ പോടി. നിന്റെ സൗന്ദര്യം കണ്ടല്ല ഞാൻ നിന്നെ സ്നേഹിച്ചത്. ഓക്കെ, എനിക്ക് നീ ഇല്ലെങ്കിൽ വേറെ പെണ്ണിനെ കിട്ടും. കൊഞ്ഞ ഓക്കെ. എടി പുല്ലേ, നിന്നെ സൗന്ദര്യം കണ്ടല്ല സ്നേഹിച്ചത്. നീ പോണെങ്കിൽ പോടി. നിന്നെ പോലുള്ള എത്ര നിന്റെ സൗന്ദര്യം കണ്ടല്ല ഞാൻ സ്നേഹിച്ചത്. എടി പുല്ലേ, നീ പോണമെങ്കിൽ നിർത്തി പറ. എടി പുല്ലേ, എടി പുല്ലേ, നീ പോടി. നിന്നെ സൗന്ദര്യം കണ്ടല്ല നിന്നെ സ്നേഹിച്ചത്. നീ പോണെങ്കിൽ വേറെ പെണ്ണിനെ കിട്ടും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം ഞങ്ങൾ എഴുതിയറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ ക്രേസി ബോയ്, ദർശന TV, ഓർക്കിഡ് ഗാർഡൻസ്, എരഞ്ഞിപ്പാലം PO, കോഴിക്കോട് 673006. കൂടാതെ ഞങ്ങളെ ഫോൺ ചെയ്തും വിവരങ്ങൾ അറിയിക്കാവുന്നതാണ്. നമുക്ക് വീണ്ടും കാണാം, വീണ്ടും കാണണം. 오빤 강남스타일 오빤 강남스타일 오빤 강남스타일